എന്താ ചിരിക്കാൻ? ഇവിടെ ആരെങ്കിലും തുണിയിലാണ്ട് നിൽക്കുന്നുണ്ടോ? അയ്യോ, അവര് കാണാൻ ബാക്കിയോ? തുറന്നു കൊടുത്താലേ മുതലാളി ഇറങ്ങൂ. എങ്ങോട്ട് പോണ്? നച്ചിക്കുഞ്ഞിനെ കാണാൻ. അച്ചിക്കുഞ്ഞ? താനോ മാനോ ഉള്ള മുസ്ലിം പ്രമാണിമാരുടെ ഏക അനന്തരമുള്ള ഓടെ ക്ഷേമം അന്വേഷിക്കാൻ മാത്രം വളർന്നോ നീയെ? അതൊരു നസ്രാണി. പോയി ഡ്രൈവർ സീറ്റിലിടാ. പട്ടിയിരിക്കേണ്ടത് പട്ടിയിരിക്കണം, മനസ്സിലായോ? അത് തന്നെ എനിക്കും പറയാം. അവിടെ നിങ്ങളുടെ മരുമോളോടുള്ള ഈ കൂറും സ്നേഹം ഒക്കെ കൊള്ളാം. പക്ഷേങ്കില് ജമാലിന്റെ നിക്കാഹിന്റെ കാര്യത്തിൽ ഇന്ന് കൊണ്ടൊരു തീരുമാനം ഉണ്ടാക്കണം. പെരകത്തുമ്പോ തന്നെ വാഴ വെട്ടണ ജമീല. വാഴ വെട്ടിയില്ലെങ്കില് എന്റെ ജമാൽ നിങ്ങളുടെ തല വെട്ടും. ജമീല താത്ത പറഞ്ഞ നേരാ. കുഞ്ഞുമ്മിക്കട തലയിലോട്ട് തന്നെയാണ് ജമാലിക്കട നോട്ടം. എന്റെ ആങ്ങളായതുകൊണ്ട് പറയണതല്ല. പടച്ചോനെയും പടപ്പിനെയും ഒന്നും പേടിയില്ലാത്തവനാ ജമാല്. സ്വത്തോഹരിയുടെ അന്ന് സ്വന്തം ഉമ്മാനെ കൊല്ലാൻ പോയാ. തോന്നരുത്. കാഴ്ചയിൽ കള്ളനെ പോലെ തോന്നുമെങ്കിലും ഞാനൊരു സത്യക്രിസ്ത്യാനിയാ. അതുകൊണ്ട് പറയുക, കഴിഞ്ഞ തവണ ജമാലിക്ക വയനാട്ടിൽ നിന്ന് വന്നപ്പോ ആണയിട്ട് പറഞ്ഞതാ, നബീസിനെ കിട്ടിയില്ലെങ്കിൽ ഒന്നുകിൽ കുഞ്ഞുമ്മിക്കട തല അല്ലെങ്കിൽ കോട്ടയില്. എന്താണല്ലോ പേടിക്കണ്ട, നിങ്ങള് വാ. പുഴയെന്ന് ആശുപത്രി കൊണ്ടുപോയി. ആശുപത്രി വിളിച്ചു വെച്ചപ്പോഴാ പറഞ്ഞത്. പോയെന്ന് ആശുപത്രിയിലോട്ടാ? ഈ ആരുടെ കാര്യം പറയണത്? കർത്താവേ, ആചാര്യം പുഴയെ പോയാ? അല്ല, നമുക്ക് നമ്മുടെ നബീസു. നബീസുവാ? അപ്പൊ ഈ മയ്യത്തായില്ലേ? കുഞ്ഞമ്മക്കാനെ വെറുതെ സന്തോഷിച്ച് ആശുപത്രി വിളിച്ചു വെച്ചപ്പോ പോയിന്നാ പറഞ്ഞത്. പോയി എന്ന് പറഞ്ഞ മയ്യത്തായി എന്നാണ് അർത്ഥം. കള്ള ഹിമാറെ. എന്റെ ഉമ്മാന്റെ കബറാണ് സത്യം. പോയിന്ന് പറഞ്ഞപ്പോ കാറ്റ് പോയിന്നാണ് നമ്മൾ ധരിച്ചത്. എന്നൊക്കെ ബീസ്ബിച്ചല്ലാണ്ട് അറക്കണം. അതിപ്പോ തന്നെ നടക്കും. ആചാരോട് നമ്മൾ നബീസ് മയ്യത്തായി എന്നാണ് പറഞ്ഞത്. എന്റെ റബ്ബേ, എന്റെ അല്ലോ പറക്കത്തി കേട്ടവൻ തൊട്ടതല്ല ഹലാക്കാക്കി എന്ന് പറഞ്ഞ പോലെ പഠിച്ചോനെ. പുറത്തോട്ട് പോടാ. നമ്മള് മയ്യത്തായി. വിട്ടോളി വിട്ടോളി. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഹസ്ബൻഡ് ഇന്നലെ വിളിച്ചിരുന്നു. എന്തായും ചോദിച്ചു. ഏതാണ്ടൊരു സ്ട്രക്ചറൽ ഡ്രോയിങ് ആയിട്ടുണ്ട്. രമേശ. എന്താ സാർ? മിസ്സിസ് മേനോന്റെ പ്ലാൻ അവിടെ ഇരിപ്പുണ്ട്. അതും എടുത്തോളൂ. ശരി സാർ. എക്സ്ക്യൂസ് മീ, ടീ, കോഫി, കൂൾ ഡ്രിങ്ക്സ്, എനിത്തിങ്? നോ താങ്ക്സ്. വർക്ക് എന്നത്തേക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും? പ്ലാൻ അപ്രൂവ് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് ഡേ വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതും കൊടുത്തോളൂ. മേഡത്തിന്റെ ഐഡിയ ഏതാണ്ട് ഞാൻ മനസ്സിൽ കണ്ടു വരച്ചതാ. എങ്ങനെയുണ്ട്? ഇനി ഹസ്ബൻഡിന് വല്ല സജഷൻസ് ഉണ്ടെങ്കിൽ നമുക്ക് മാറ്റാട്ടോ. സ്ട്രക്ചർ എങ്ങനെ? ഫ്രണ്ട് വ്യൂയിലുള്ള 2 പില്ലറിനും നല്ല ഹൈറ്റ് ഉള്ളതുകൊണ്ട് അതിന്റെ മുകളിലുള്ള ആർച്ച് കാണാൻ നല്ല ഭംഗിയുണ്ടാവും, ഇല്ലേ? ഏറ്റവും മുകളിൽ കാണുന്ന 2 സ്തംഭങ്ങൾ. ഹസ്ബൻഡ് ഗൾഫിലാണെന്ന് വെച്ച് എന്ത് തോന്നിയ സാവന്ന? വീട് പണിന്ന് തോന്നിയാണോ മാഡം? കണ്ട മാന്യൻ. മനസ്സിലേക്കോ? ഇവർക്കെന്താ വട്ടായോ? അയ്യേ, അല്ല എനിക്കും ഇവരുടെ ഭർത്താവ് ഗൾഫിലായത് എന്റെ ഭാഗ്യം. എവിടെ നില പൊഴിക്കുന്ന ചുണ്ടുകൾ, മാൻപേടകൾ കൊമ്പുരുസ് രമിക്കാൻ കൊതിക്കുന്ന മൂക്കുകൾ. ഓഫീസിലേക്ക് ഈ കോലത്തിലാ? അയ്യേ, ഇതെന്ത് കോലം? ഞാനെന്താ ഇങ്ങനെ? ഓ, മനസ്സ് മുഴുവൻ കൺസ്ട്രക്ഷന്റെ മൂടായതുകൊണ്ട് എനിക്കൊന്നും ഓർമ്മയില്ല. ഞാനിപ്പോ തന്നെ റെഡി ആയിക്കോളാം. ഇതെന്താ അത്ര ധൃതിയില്? വല്ലതും കഴിച്ചോ നീ? എനിക്കിപ്പോ ഒന്നും ഇറങ്ങൂല. ഞാനൊരു കൺസ്ട്രക്ഷന്റെ മൂടില്ല. പോയോ? നോക്കിയേ. എന്താ ഇത്? എന്ത് പുതിയ തുമ്പിക്കയോ? സംഗതി കൊള്ളാം. മേജിക്കാരനാണോ? അങ്ങനെയൊന്നുമില്ല. ഉടുത്തലുങ്കി ഇത് കുറെ ഉണ്ടല്ലോ. വേണോ? ബൈക്കിന് വെയിലുള്ളാതിരിക്കാൻ വേണ്ടി കൊണ്ടു നടക്കുന്ന റെയിൻകോട്ടാ. സോറി. ഒന്ന് നോക്കിയോണേ. നോക്കിക്കോളാം. നോക്കിയാൽ മതി, അടിച്ചു മാറ്റരുതേ. എവിടെ പോയത്?
ഹായ്, എന്തൊക്കെ വാങ്ങി നോക്കട്ടെ? ഞാൻ കണ്ടുപിടിക്കില്ലെന്ന് കരുതിയല്ലേ? ഏയ് മിസ്സിസ് മേനോൻ, അസലീലും വരച്ച് കാണിച്ചതും പോലെ പുറകെ കൂടി ശല്യം ചെയ്യുന്ന വൃത്തികെട്ടവനെ. ഉമ്മയാ? അതിപ്പം ഫോണിലൂടെ ആദ്യമായിട്ട് ഉമ്മ തരുമെന്ന് കേട്ടപ്പോ ശരിക്കും ഞാൻ ടെൻഷനായിട്ടോ. ചോദിച്ചാ ഞാൻ എങ്ങനെ തരാതിരിക്ക? എന്തു പറ്റി? കണ്ണിലൊരു കരട് പോയി. കണ്ണി കരട് പോയാ പല്ലിലാണോടാ കുത്തുന്നത്? കണ്ണി പോയ പല്ലിലല്ലാണ്ട് പിന്നെ മൂക്കിലെ കുത്ത. വീട്ടിൽ യാതൊരു ഫ്രീഡം ഇല്ലെന്ന് വെച്ചാ ഇവന്റെ കണ്ണിലല്ല, കരളിലാണ് കരട് വീണിരിക്കുന്നത്. കുഞ്ഞുമ്മക്ക, ദേ ജമാല്. എന്താണോ ഈ വയനാടൻ കാട്ടുപോത്ത് എപ്പം മലയിറങ്ങി? അയാൾ ഇന്നിവിടെ എല്ലാം നിരപ്പാക്കും. എന്താണോ കൊമ്പന്റെ ബിമ്പും വമ്പന്റെ മുമ്പും അത്ര പന്തിയല്ല. നീ വണ്ടി വേഗം തിരിച്ചു വിട്ടോ. അതല്ലേക്ക, ഇക്ക എന്നൊന്നും മധ്യസ്ഥം പറഞ്ഞില്ലെങ്കിൽ അയാൾ അവനെ തല്ലിക്കൊല്ലും. അയാൾ തല്ലിക്കൊല്ലും. തല്ലിക്കൊല്ലട്ടെ. അപ്പൊ അതല്ല, വന്നേ, ഒന്ന് ഒന്ന് ചെല്ലിക്ക പ്ലീസ്. അങ്ങോട്ടല്ല ഇങ്ങോട്ട് ഒന്ന് ചെല്ലിക്ക. ഇക്കൊന്ന് മധ്യസ്ഥ വായിക്ക. ഒന്ന് ചെല്ലി. എന്റെ ജമാലെ, എന്താ ഇത്? നിനക്ക് എന്ത് പറ്റി? നിനക്ക് ഭ്രാന്ത് പിടിച്ചാ? എനിക്ക് ഭ്രാന്ത് പിടിച്ചു. ഈ നായിന്റെ മോനെ എന്നെ ഭ്രാന്ത് പിടിപ്പിച്ചു. ഓനപ്പൊ നമ്മളെ നബീസ് ഹോട്ടൽ അതല്ലേ പറഞ്ഞത്. അപ്പൊ നിങ്ങളൊന്നും അറിഞ്ഞില്ല? അള്ളാണ് നമ്മൾ അറിഞ്ഞില്ല. ഓന അത്രയ്ക്ക് ധിക്കാരവാ. എടാ ബടക്ക് ഹിന്ദുച്ചക്ക, ഓനക്ക് അത്രയ്ക്ക് ധൈര്യവാ. അടിവച്ച കിട്ടില്ല. സോറി ജമ്മൂക്ക. അങ്ങോട്ട് മാറ. എവിടെ ആറാൻ പറഞ്ഞു? ഇനി നിന്നെ ഒന്നും തല്ലാൻ എന്നെ കിട്ടില്ലടാ. എന്താ നിന്റെ കവളത്തൊരു പാട്? അപ്പൊ അത് ഈ കഷ്ടപ്പാടാ. കഷ്ടപ്പാടോ? അപ്പൊ ഈ കൺസ്ട്രക്ഷന്റെ ഇടയിലുള്ള ഒരു കഷ്ടപ്പാടേ. ജീവിതം മൊത്തം ഒരു കഷ്ടപ്പാടല്ലേ അച്ഛാ? കടപ്പാട്, ബദ്ധപ്പാട്, വേർപാട്, മുറിപ്പാട്, എടപ്പാട്, വെളിച്ചപ്പാട്, അങ്ങനെ ഒരുപാട്. ഇവന് ഞാൻ ഉദ്ദേശിക്കുന്ന അസുഖമാണെങ്കിൽ നെല്ലിക്ക നല്ല തണുത്ത വെള്ളത്തിലിട്ട് 3 നേരം ഉച്ചയിൽ ധാര കോരിയാ മതി. ശരിയാ, അനുഭവസ്ഥര് പറഞ്ഞ എനിക്ക് വിശ്വാസം. ഒരു മിനിറ്റ് ഒന്നുകൂടി വരൂ. വാന്നൊരു കാര്യം പറട്ടെ. എന്താ അത്ര സ്വകാര്യം? സോറി മാഡം, അത് ഞങ്ങൾ ആണുങ്ങൾ പേഴ്സണലായിട്ട് സംസാരിക്കേണ്ട കാര്യമാണ്. ഇഫ് യു ഡോണ്ട് മൈൻഡ് പ്ലീസ് ഒന്ന് വരൂ. അച്ഛൻ സംശയിച്ചത് ശരിയാ. എനിക്കെന്തോ പറ്റിയിട്ടുണ്ട്. ദാ ഇപ്പൊ തന്നെ കണ്ണാടിയിൽ എത്ര നോക്കിയിട്ട് മതി വരാതിരിക്കുക. ഇട്ട ഡ്രസ് പോരാന്ന് തോന്നുക. മുടി ചീകിട്ടും തൃപ്തി വരാതിരിക്കുക. ഇതൊക്കെ എന്തിന്റെ ലക്ഷണങ്ങളാ അച്ഛാ? അത് നേരത്തെ പറഞ്ഞല്ലോ. എന്ത്? ഭ്രാന്ത്. അതെ, ഈ പ്രേമവും ഒരു തരം ഭ്രാന്ത് തന്നെയല്ലേ അച്ഛാ? എന്താ അങ്ങനെ ആ ഒരു തൊല്ലയും ഒഴിഞ്ഞ് എന്തൊരു ബഹളമായിരുന്നു. തലവെട്ടിക്കളയും കുടലെടുത്തുകളയും. ഇപ്പതേ കണ്ടില്ലേ, മതയാനെ ബലങ്ക് വെച്ച് കൊണ്ടുപോകണ പോലെ കൊണ്ടുപോകണം നമ്മുടെ അളിയനെ. എന്റെ കുഞ്ഞുമ്മക്ക, പട്ടി ഏറ് വാങ്ങാനും മനുഷ്യന്റെ തലയിലെത്ത് നേരെ ആവാനും അധികം സമയം വേണം. എന്തായാലും കുഞ്ഞുമ്മക്ക രക്ഷപ്പെട്ടു. അലങ്കാരത്തിനാണെങ്കിലും കഴുത്തിന് മേലെ സ്വന്തമായിട്ടൊരു തല ഉണ്ടാവുമല്ലോ. ഫോറസ്റ്റ് ഗാർഡിനാണ് കുത്തിയത്. എബൻ കുറച്ചു കാലം ഗോതമ്പുണ്ട മിഴുകേണ്ടി വരും. നോക്കള് നിന്നെ എന്നല്ല കുഞ്ഞുമ്മക്കാനെ. അല്ല നിന്നെ. കുഞ്ഞുമ്മക്കാനെ വിളിക്കണ. നിന്നെയാണ് വിളിക്കണത്. അല്ല കുഞ്ഞുമ്മക്കാനെ. ആണോ? എന്തല്ലോ അങ്ങോട്ട് ചെല്ല്. എന്തിനാ പേടിക്കണത്? ധൈര്യമായിട്ടിരിക്കി. കയ്യില് വിലങ്ങ്, കൂടെ പോലീസുകാര്. ദേ, അളിയന്റെ മുമ്പിൽ നെഞ്ചു വിരിച്ച് നിൽക്കാൻ ഇതുപോലൊരു അവസരം ഇനി കിട്ടിയെന്ന് വരില്ല. ധൈര്യമായിട്ട് ചെല്ല്. കൂടെ ഞാനുണ്ടെന്നേ. ഞാനുണ്ടെന്ന് പറഞ്ഞില്ലേ? ചെല്ല്. ഞാൻ വന്നോ? എന്താണ്ടാ? തൽക്കാലം ഞാൻ പോണു. തിരിച്ചു വരുമ്പോ ഞാനും ഓളുമായിട്ടുള്ള നിക്കാഹ് നടക്കണം. അതിനുള്ളിൽ അവനെ ഇവിടുന്ന് അടിച്ചോടിച്ചില്ലെങ്കിൽ വയ്യത്തായ എന്റെ ബാപ്പയാണ് സത്യം. തന്റെ കുടല് ഞാൻ എടുക്കും. കുഞ്ഞുമ്മക്ക പേടിക്കണ്ട, ധൈര്യമായിട്ടിരുന്നോ. ജമാലല്ലേ പറഞ്ഞത്, അവൻ ചെയ്തിരിക്കും. ഉമ്മക്ക് അനുഭവമുള്ളതാണ്. പ്രേമം എന്ന് പറഞ്ഞാ പെരുമ്പാമ്പ് മാതിരിയാണ്. ചുറ്റി വരിഞ്ഞിട്ട്
ഒടുക്കോങ്ങ് വീങ്ങും. ആ പാവം പെരുമ്പാമ്പ് അതങ്ങ് വിഴുങ്ങിക്കോട്ടെ അല്ലേ? നല്ല പൊരുത്തുള്ള ജോഡികള്. നമുക്കേ പാടില്ല. ജമാലിന്റെ കെട്ട് നടന്നില്ലെങ്കിൽ നിന്റെ മയ്യത്തിട്ട് നടക്കും. എന്തിനാ കുഞ്ഞമ്മക്ക വെറുതെ ഇങ്ങനെ കൊതിപ്പിക്കണത്? ആ അവൻ പന്നുണ്ട്. കാശെന്ന് പറഞ്ഞ അവൻ കമിഴ്ന്നടിച്ചു വീഴും. പിന്നെ ഒരു കാര്യം, ജമാലിന് വേണ്ടിയാണ് കണ്ണനെ തല്ലുന്നതെന്ന് ഇവനോട് പറയണ്ട. എന്തിനാ നിങ്ങൾ എന്നെ വിളിപ്പിച്ച്? പിടിക്ക്. ഹായ്, എന്റേതിപ്പാ 10,000 രൂപ. എന്തിനാ? ഈ ഒരുത്തനെ തല്ലണം. ഒരു വരുത്തനെ അല്ലാനോ? ഒരു മുസൽമാന്റെ തല്ല് തന്നെ ഓൻ കൊള്ളണം. പേടിക്കണ്ട, കൂടെ തല്ലാൻ ഈ നസ്രാണിയും കാണും. ഹായ്, തല്ലാനുള്ള കാര്യം എന്താണെന്ന് നിങ്ങൾ പറപ്പാ. അത് തല്ലി കഴിഞ്ഞ ശേഷം പറയാം. കാര്യം ഭംഗിയാക്കിയ 2 പേർക്കും ഇനിയും കിട്ടും പണം. എങ്കിൽ നമ്മൾ ഏറ്റിരിക്കും. അവന്റെ ശരീരത്തിലെ എല്ലാ അവയവങ്ങളും ഒന്നൊന്നായി തല്ലിച്ചതയ്ക്കണം. പക്ഷെങ്കിൽ കണ്ണും കാതും മാത്രം ബാക്കി വെച്ചേക്കണം. അതെന്തിനാ? വിൽക്കാൻ അല്ല, ഓന്റെ മുഖത്ത് നോക്കി എനക്ക് 2 വർത്താനം പറ.